പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഗലാത്യ ലേഖനം 5:6, 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസം, അതാണ് വേണ്ടത്. ഇപ്പം വെറുതെ നമ്മൾക്ക് ഇപ്പം ലൂക്ക 1:45 അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു, എലിസബത്ത് അല്ലല്ലോ, പരിശുദ്ധാത്മാവ് പറഞ്ഞു, മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചതാണ് നിൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞു. പക്ഷേ അത് കേവലമായ വിശ്വാസമല്ലത്. അത് ഗലാത്യർ 5:6 അനുസരിച്ചുള്ള സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസമാണ്. അതാണ് നമുക്ക് വചനം എന്ന് പറയുന്ന മുട്ട വിരിക്കാൻ വേണ്ടി വേണ്ടത്. അതിലൂടെയാണ് നമ്മൾ ജ്ഞാനവും ശക്തിയും പ്രാപിക്കുന്നത്. അതാണ് നമുക്ക് മഹത്വം തരണത്. നിത്യമഹത്വവും അതിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിലെ ലൂക്കായുടെ സുവിശേഷം 2:51 പ്രകാരം സംഗ്രഹിക്കാൻ ഗലാത്യ ലേഖനം 5:6 അനുസരിച്ചുകൊണ്ട് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസത്താൽ ലൂക്ക 1:45 അനുസരിച്ച് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസത്താൽ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങളെ നിറവേറുമെന്ന് വിശ്വസിക്കാനുള്ള മരിയൻ ഫെയ്ത്ത് അമ്മയുടെ ആധ്യാത്മിക മാർഗങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. സന്തോഷത്തോടെ എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. ദാസിയുടെ താഴ്മ തൃക്കൻ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നേൽക്കുകയാൽ. ദാസിയുടെ താഴ്മ തൃക്കൻ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നേൽക്കുകയാൽ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഈ പറഞ്ഞ പോലെ സ്നേഹത്തോടെ പറയണം. സ്നേഹത്തോടെ ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇപ്പൊ നമ്മൾ ജപമാല ചെല്ലുമ്പോൾ എന്നാ തുടങ്ങണത്? പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ പറഞ്ഞേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ഇപ്പൊ രണ്ടാമതും എന്താ പറയണത്? പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങളെ ദൈവ സ്നേഹം ശരണം. ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രിയവധു പരിശുദ്ധാത്മാവിന് പ്രിയവധുവായിരിക്കുന്ന പരിശുദ്ധ മാതാവേ, ഞങ്ങൾ ദൈവ സ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കാൻ. അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു രീതിയാണത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 ദൈവിക പുണ്യങ്ങൾ കൊണ്ടാണ് വചനത്തെ വിരിയിക്കണത്.
ഈ വചനത്തെ വിരിയിക്കുക, അതനുസരിച്ച് വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിത വ്യാപാരങ്ങളെ ക്രമീകരിക്കുന്നത് അല്ലാതെ നമുക്ക് ദൈവാനുഭവത്തിന് മറ്റു മാർഗങ്ങളില്ല. നമ്മൾ എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ചാലും അവസാനം മരിയൻ മെത്തേഡിൽ വരും. വചനത്തെ വിരിയിക്കാൻ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. അതുകൊണ്ട് സമ്പൂർണമായ ആധ്യാത്മികതയുടെ ആൾരൂപമായിട്ടാണ് അമ്മമാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിവാകണത്. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ അമ്മയാൻ അടിസ്ഥാന മാർഗം എന്നാണ് നമ്മളെപ്പോഴും ധ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് വേണം നിങ്ങൾ കൃപാസനത്തിൻ്റെ ധ്യാനങ്ങളെ ശ്രദ്ധയോടെ കേൾക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ഈശോ നമ്മൾ ആദ്യം കണ്ടില്ലേ, എന്താ കണ്ടത്? യേശുക്രിസ്തു എല്ലാമാണ്. അത് അമ്മയ്ക്ക് ആന്തരികമായി ഉണ്ടായിരുന്ന ഒരു മരിയൻ നോളജാണത്. പൗലോസാണ് പിന്നീട് അത് വെളിപ്പെടുത്തിയെങ്കിലും ആദ്യം തിരിച്ചറിഞ്ഞത് ആരാണ്? അമ്മയാണ്. അതുകൊണ്ടാണ് കാനായിലെ കല്യാണത്തിന് നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ്? കാനായിലെ കല്യാണമാണ്. ആ കുടുംബത്തിനുണ്ടായിരുന്ന ഒരു പ്രത്യേക പ്രതിസന്ധിയാണ് വിഷയം. ഭൗതികമായ പരാധീനത, ഇല്ലായ്മ. അവിടെ വീഞ്ഞ് തികയാതെ വരുന്ന അവസ്ഥ, ഇല്ലാഞ്ഞ അവസ്ഥ അല്ല, തികയാതെ വന്ന അവസ്ഥയാണ്. റിസോഴ്സ് തികയാതെ വരുമ്പോൾ, ഇപ്പോൾ കൊറോണ കാലമാകുമ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ വിഭവങ്ങൾ തികയാതെ വരുന്ന ഒരവസ്ഥയാണ് വരണത്, അല്ലേ? തികയാതെ വരുമ്പോൾ ഇപ്പം പല കാര്യങ്ങൾക്കും തികയാതെ വരും. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ വേണം, അപ്പോൾ പണം തികയാതെ വരും നമുക്കല്ലേ? ഇപ്പം നമ്മൾ വീട് പണിയാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ തികയാതെ വരും. കണക്ക് കൂട്ടിയിട്ട് നമുക്ക് തികയാതെ വരും, ഇല്ലേ? അപ്പം തികയാതെ വരും. ആരോഗ്യം, വേണ്ടത്ര ആരോഗ്യം തികയാതെ വരും, അല്ലേ? ഇപ്പം ഇന്നലെയൊക്കെ ഞാൻ അത്ര ആരോഗ്യവാനല്ലായിരുന്നു, പക്ഷേ ഇന്ന് എനിക്ക് അത്ര പ്രശ്നമില്ല. അപ്പോൾ ഇന്നലെ അപ്പോൾ ആരോഗ്യം തികയാതെ വരും, ഇൻകംപ്ലീറ്റ് ആയിട്ട് വരും. നമുക്ക് ആവശ്യമുള്ള നോട്ട് സഫീഷ്യൻറ്റ്, നമുക്ക് നോട്ട് ഹാവിങ് സഫീഷ്യൻറ്റ് ഹെൽത്ത്, അതുപോലെ തന്നെ നോട്ട് ഹാവിങ് സഫീഷ്യൻറ്റ് ഹെൽത്ത് ആൻഡ് വെൽത്ത്, ഇതൊക്കെ തികയാതെ വരും. ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ കുറേ നമ്മൾ ഭൂമി ജീവിക്കുമ്പോൾ കുറേ തികയാതെ വരുന്ന അവസ്ഥകളുണ്ടാവും. ഈ തികയാതെ വരുന്ന അവസ്ഥകളെ അതിന് ചേർക്കേണ്ട ചേരുവകയാണ് ക്രിസ്തു എന്നാണ് അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അനുഭവ പാഠം. എന്തെങ്കിലും മകനെ തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ക്രിസ്തുവിനെ നീ ചേർക്കണം. അതാണ് അമ്മ പറയണത്. എന്തെങ്കിലും തികയാതെ വന്നാൽ, അവിടെ എന്ത് തികയാതെ വന്നാലും, ആരോഗ്യം തികയാതെ വന്നാലും, നിൻ്റെ സമ്പത്ത് തികയാതെ വന്നാലും, വിശ്വാസം തികയാതെ വന്നാലും, അവിടെ എന്ത് ചെയ്യണം? നീ ക്രിസ്തുവിനെ ചേർക്കണം. അയ്യോ, എന്നാ ഒരു നോളജാണ്! നീ ക്രിസ്തുവിനെ അതാണ് കാനായിൽ. അവിടെ ഇപ്പോൾ നമ്മൾ യോഹന്നാൻ 2:2 യോഹന്നാൻ 2:2 യോഹന്നാൻ്റെ സുവിശേഷം, അവിടെ വീഞ്ഞ് തികയാതെ വന്നത് കൊണ്ട് യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞ് ഇല്ല. ഇതൊരു നിസ്സാര കാര്യമാണെന്ന് തോന്നാമെങ്കിലും പക്ഷേ അമ്മയുടെ മുമ്പിൽ ഒന്നും നിസ്സാരമല്ല. ക്രിസ്തുവിനെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാന മനോഭാവം എന്താണ്? ജീവിതത്തിലൊന്നും നിസ്സാരമല്ല, ജീവിതത്തിലൊന്നും നിസ്സാരമല്ല. ഇപ്പം വീഞ്ഞ് തികയാതെ വരുന്ന കാര്യം നിസ്സാരമല്ല എന്ന് അമ്മ ഒരു നിലപാടെടുത്തു. നിസ്സാരമല്ല എന്നുള്ളത് ഒരു നിലപാടാണ്. ക്രിസ്തുവിനെ
നമ്മുടെ കക്ഷി ചേർക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടാണ്. നമ്മുടെ ജീവിത വിഷയങ്ങളിലേക്ക് ക്രിസ്തുവിനെ കക്ഷി ചേർക്കാനുള്ള ഒരു നിലപാടാണ് ഒന്നും നിസ്സാരമല്ല എന്നുള്ളത്. അമ്മയ്ക്കത് നിസ്സാരമല്ല. അതുകൊണ്ട് അമ്മ യേശുവിൻ്റെ അടുത്ത് രക്ഷ ചെയ്യും. നിൻ്റെ ജീവിതത്തിൽ യേശുവിനെ പങ്കുചേർക്കാനുള്ള ഒരു നിലപാടാണ് ഒന്നും നിസ്സാരമല്ല എന്നുള്ളത്. ഒന്നും നിസ്സാരമല്ല. മേരി അമ്മ നമ്മളോട് പറയണത് എന്താണ്? ഒന്നും നിസ്സാരമല്ല. അത് ക്രിസ്തുവിനെ പങ്കുചേർത്ത് പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ളതാണ്. തികയാതെ വരുന്ന ഇടത്തെല്ലാം ക്രിസ്തുവിനെ കൂടെ ചേർക്കാൻ വേണ്ടിയുള്ള ദൈവികമായ പിതാവിൻ്റെ പദ്ധതിയാണ്. പിതാവിൻ്റെ പദ്ധതിയാണ് ക്രിസ്തുവിനെ നിൻ്റെ ജീവിതത്തിൽ പങ്കുചേർക്കാൻ വേണ്ടിയുള്ള പിതാവിൻ്റെ പദ്ധതിയാണ് നിൻ്റെ പോരായ്മകൾ, ഇല്ലായ്മകൾ, വല്ലായ്മകൾ, തികയാതെ വരുന്ന അവസ്ഥകൾ. അതെല്ലാം ക്രിസ്തുവിനെ receive Jesus Christ and get saved. അതാണ് അമ്മ പറയണത് നമ്മളോട്. ക്രിസ്തുവിനെ സ്വീകരിക്കുക. നീ ലോകത്തിലെ നീ എല്ലാ അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുക. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ സ്നേഹമേലങ്കിയ അമ്മേ എന്നെ പുതപ്പിക്കണേ. നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. നിന്റെ സ്നേഹമേലങ്കിയ അമ്മേ എന്നെ പുതപ്പിക്കണേ. നിൻ സുതന്റെ രക്തക്കുളത്തിൽ കുളിപ്പിക്കണേ, എന്നെ പുതപ്പിക്കണേ. എന്നും കുളിപ്പിക്കണേ, എന്നെ പുതപ്പിക്കണേ. ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ. നിന്റെ സ്നേഹമേ ലംഘിയ അമ്മേ എന്നെ കുളിപ്പിക്കണേ. നിൻ സുതന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. അമ്മ മാതാവിനും ഈശോയ്ക്കും എൻ്റെ കോടാനുകോടി നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് സോന. ഞാൻ വരുന്നത് കാവാലത്തു നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 4-ാം തീയതിയാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഞാനിവിടെ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ കേൾക്കുമ്പോഴൊക്കെ ഇവിടെ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. ഉടമ്പടിയൊന്നും എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പിന്നെ ഇവിടെ വന്ന് അമ്മ ഈ ഉടമ്പടി എടുക്കുന്ന ഈ ക്യൂവിൽ പോയി നിന്നു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ എന്തോ ചെയ്യാൻ പോവാന്ന് ചോദിച്ചു. അപ്പം അമ്മ ഇങ്ങനെ ഉടമ്പടി എടുക്കുന്ന ഇതെങ്ങനെയാണെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അവിടെ പോയി. അപ്പം അമ്മ വന്നപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് എൻ്റെ പേര് കൊടുത്തു ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ പേരാണ് എഴുതിയത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. എനിക്ക് പേടിയുണ്ടായിരുന്നു, എനിക്ക് ഉടമ്പടി കറക്റ്റായിട്ടെല്ലാം ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് എഴുതിയിരുന്ന നിയോഗം, ഞാൻ ജർമ്മൻ പഠിക്കുന്നൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ആദ്യം ഞാൻ എഴുതിയിരുന്നത് എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ജർമ്മൻ പാസ്സാവാൻ പറ്റണേന്നായിരുന്നു. കാരണം ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പറയുമായിരുന്നു ഇത് കുറേ എക്സാം എഴുതണം, ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, പെട്ടെന്നൊന്നും ജർമ്മനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന്. അപ്പം ഞാൻ ആദ്യമായിട്ട് എഴുതിയ നിയോഗം അതായിരുന്നു. ഞാൻ പിന്നെ അത് വിശ്വസിച്ച് എല്ലാം മാതാവിന് കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും തേച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ ഞാൻ ഡേറ്റ് വിചാരിച്ചിരുന്ന സമയത്ത് തന്നെ എനിക്ക് ഡേറ്റ് എടുക്കാൻ പറ്റി. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതുന്നതിന് തലേ ദിവസം 2 ദിവസം മുമ്പ് ഞാൻ വീട്ടിലിരുന്ന് എനിക്ക് റൈറ്റിംഗ് എഴുതി നോക്കിയിട്ട് എനിക്കൊന്നും ശരിയാകുന്നില്ല. ഞാൻ എഴുതുന്ന എന്ത് എഴുതണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഞാൻ എന്ത് എഴുതണമെന്ന്. പിന്നെ എക്സാം ഹാളിൽ ചെന്നിട്ട് എങ്ങനെ ഞാൻ ഈ
റൈറ്റിംഗ് എഴുതുമെന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ശരിയാവുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ലായിരുന്നു. അന്ന് ഞാൻ വീട്ടിലിരുന്ന് കരഞ്ഞു രാത്രിയിൽ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് ഞാൻ മാതാവിനടുത്ത് പറഞ്ഞു, മാതാവേ എനിക്കറിയില്ല എന്ത് ചെയ്യണ്ടേ, ഞാൻ എങ്ങനെ ഇത് പാസ്സാവും, എനിക്കൊന്നും കിട്ടുന്നില്ല എഴുതാനെന്ന് ഞാൻ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ ആരോ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ എന്ന്. അപ്പം തൊട്ട് എൻ്റെ അടുത്ത് അന്ന് തൊട്ട് എൻ്റെ അടുത്ത് ആരോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ എക്സാമിന് പോയപ്പം ഞാൻ ഈ തൈലവും ഉപ്പും തേച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എനിക്ക് ഒരു പേടിയില്ലായിരുന്നു എൻ്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. എനിക്ക് എൻ്റെ റൈറ്റിങ്ങിനും റീഡിങ്ങിനും ഹിയറിങ്ങിനും സ്പീക്കിങ്ങിനും എല്ലാം എനിക്ക് ഓൾറെഡി അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ഉത്തരം എഴുതുമ്പോഴും മാതാവിനോട് നന്ദി പറഞ്ഞാണ് എൻ്റെ ഓരോ ഉത്തരം എഴുതിയത്. എനിക്കറിയാമായിരുന്നെങ്കിലും സ്പീക്കിങ്. പിന്നെ രണ്ടാമത്തത്, എനിക്ക് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ എൻ്റെ സ്പീക്കിങ് ഞാൻ എങ്ങനെ ശരിയാക്കും, എങ്ങനെ ഞാൻ സംസാരിക്കും എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ അവിടെ പോയി. ഞങ്ങളുടെ നമ്പർ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഞങ്ങൾ എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഈ ക്വസ്റ്റ്യൻ മാത്രമേ ഇപ്പോൾ ഓർമ്മ വരുന്നുള്ളൂ, ഈ ക്വസ്റ്റ്യനെ നീ എനിക്ക് തരാവുള്ളേ എന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അതങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഏത് ചോദ്യമാണോ മാതാവിനോട് ചോദിച്ചത് ആ ക്വസ്റ്റ്യൻ തന്നെയാണ് എനിക്ക് വന്നത്. പക്ഷെ അപ്പോഴും ഞാൻ പെട്ടെന്ന് എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെന്നും പറഞ്ഞ് ചാടിക്കയറി ഉത്തരം സംസാരിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു. ഞാൻ എക്സാമിന് തുടങ്ങുന്നതിന് മുന്നേ, സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വരെയും അമ്മേ എനിക്ക് വേണ്ടിയിട്ട് നീ സംസാരിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്കറിയത്തില്ല ആ സമയത്ത് എൻ്റെ പേടിയൊക്കെ എവിടെ പോയിന്ന്. എനിക്ക് നല്ല ധൈര്യമായിരുന്നു അപ്പം. പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ എക്സാം എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്നൊന്നും ജർമ്മനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ആ കാര്യത്തിലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യവും മാതാവ് നോക്കിക്കോളും എന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പോകേണ്ട സമയമാകുമ്പം മാതാവ് എന്നെ അവിടെ എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പം എനിക്ക് ഈ ട്യൂട്ടറായിട്ട് ജർമ്മൻ പഠിപ്പിക്കാൻ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 2-3 ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു. പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല, എല്ലാം ഓൺലൈനായിരുന്നു. പിന്നെ ഒരു ഇൻ്റർവ്യൂ എറണാകുളത്തൊരു ഓഫ്ലൈൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഓഫ്ലൈൻ ഇൻ്റർവ്യൂവും കൂടി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എനിക്കിത് തരാൻ വേണ്ടിയിട്ടായിരിക്കും മാതാവ് എനിക്ക് ഓഫ്ലൈനായിട്ട് ഈ ഇൻ്റർവ്യൂ വെച്ചതെന്ന്. അപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയ ദിവസം, എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്ന ദിവസം എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ എൻ്റെ റിസൾട്ട് വീട്ടിലാണ്, ഞാൻ ഇവിടെയാണ്. അപ്പോൾ എനിക്ക് ടെൻഷനായി എന്തായിരിക്കും എൻ്റെ റിസൾട്ടെന്ന്. പേടിയുണ്ടായിരുന്നു, എനിക്ക് നല്ലപോലെ പേടിയുണ്ടായിരുന്നു എങ്ങനെയാവുമെന്ന്. പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥിച്ചത്, അമ്മ മാതാവേ നിനക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്കിത് നീ തന്നാൽ മതി എന്നായിരുന്നു. അങ്ങനെ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും പാസ്സാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായില്ല. പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ലായിരുന്നു. അപ്പം അപ്പോൾ ഞാൻ മാതാവിനോടത്ത് പറഞ്ഞു, അമ്മേ ഇതിലും വലുത് എന്തെങ്കിലും എനിക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കും നീ എനിക്ക് ഇൻ്റർവ്യൂ തരാതിരുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിനെത്താറായി, ബസ്സിലിരിക്കുകയാണ്. അപ്പം എൻ്റെ കയ്യിലൊരു കൈക്കൊന്തയുണ്ട് എപ്പോഴും, അത് ഞാനിങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മേനടുത്ത് പറഞ്ഞു, അമ്മ എനിക്കറിയത്തില്ല എന്താകുമെന്ന്, എല്ലാം നിൻ്റെ കയ്യിൽ തന്നേക്കുക, എനിക്ക് പേടിയുണ്ട്, പക്ഷേ നിനക്കും ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്കിത് തന്നാൽ മതിയെന്ന്. അപ്പം എൻ്റെ അടുത്ത് ആ സമയത്ത് എൻ്റെ മനസ്സിൽ ആരോ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നേ, നിന്നെ ഞാൻ എങ്ങും തോൽപ്പിച്ചിട്ടില്ലല്ലോ, നീ എൻ്റെ മകനെ നിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെ ഞാൻ നിന്നെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അതെനിക്ക് അങ്ങനെ അമ്മ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് റിസൾട്ട് തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഞാൻ പാസ്സായി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ഞാൻ വിചാരിച്ചതല്ല. പിന്നെ എൻ്റെ ഉടമ്പടിയുടെ വിശ്വാസത്തിലാണ് ഞാൻ എല്ലാം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ റിസൾട്ട് വന്ന് അന്ന് തന്നെ നന്ദി പറയാൻ പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് രാത്രി ആയതുകൊണ്ട് അതിൻ്റെ അടുത്ത ദിവസം തന്നെ
കൃപാസനത്തിലേക്ക് വരാൻ ഇറങ്ങി. അപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത്. ഈ എക്സാം പാസ്സായാലും ഈ പ്രിപ്പറേഷനും അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ലേറ്റായിട്ടേ ആവാറുള്ളൂ. അതുകൊണ്ട് പാസ്സായാലും പെട്ടെന്ന് ജർമ്മനിക്ക് പോവാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു കോൾ വന്നിട്ട് പറഞ്ഞു, ഒരു പ്രോസസ്സിങ്ങിന് ഒരു സീറ്റും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്, ഞാൻ നോക്കുന്നോന്ന് എൻ്റെ അടുത്ത് അവർ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു സ്ഥലത്താണ്, ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസമായി, അവർ പെട്ടെന്ന് പറയണമെന്നാണ് പറഞ്ഞത്, 2 ദിവസമായി. പക്ഷെ എന്നാലും ഒരു സീറ്റ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ് കൊടുത്തു. എൻ്റെ റിസൾട്ട് മാർച്ചിലാണ് വന്നത്. മാർച്ചിൽ തന്നെ ഞാൻ എൻ്റെ ഈ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മാർച്ചിൽ എനിക്ക് ഇൻ്റർവ്യൂ വന്നു. ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച ആയപ്പം. അപ്പം എനിക്ക് ഈ സ്പീക്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ പറയുന്നത് ഇങ്ങോട്ട് മനസ്സിലാക്കുന്നത് എനിക്ക് അവരുടെ സ്പീക്കിങ് എനിക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, റേഞ്ചൊന്നും കട്ടായി പോരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതെല്ലാം അവരൊരു നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ള ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയിരുന്നിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു 4-5 തവണ എനിക്ക് റേഞ്ച് കട്ടായി പോയി, ഞാൻ ലെഫ്റ്റായി പോയി ഇതിനകത്തുനിന്ന് മീറ്റിങ്ങിൽ നിന്ന്. അപ്പം ഞാൻ പേടിച്ചു പോയി. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തൈലവും ഉപ്പും എൻ്റെ നെറ്റിയിലും ചെവിയിലും നാവിലും ഒക്കെ തേച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എനിക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം മനസ്സിലായി. സാധാരണ എനിക്ക് സ്പീക്കിംഗ് ഇവരിങ്ങോട്ട് പറയുന്നത് മനസ്സിലാവാത്തതാണ്. പക്ഷേ ആ ഇൻ്റർവ്യൂവിന് അവർ പറഞ്ഞതും അവരെന്നോട് ചോദിച്ചതും എല്ലാം എനിക്ക് മനസ്സിലായി. എനിക്ക് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റി. ഇടയ്ക്ക് ഞാൻ നല്ല ഗ്യാപ്പ് എടുത്തു ഒരു ഉത്തരം പറയാൻ. അതൊക്കെ ഒരു നെഗറ്റീവ് പോയിൻ്റാണ്. പക്ഷേ അതൊന്നും അവരൊരു കാര്യമായിട്ട് എടുത്തില്ല. അതെൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു. ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു. പിന്നെ പ്രോസസ്സിങ് തുടങ്ങി. ഈ അടുത്ത മാസം 29-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. പിന്നെ എൻ്റെ അടുത്ത് ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ അമ്മ ഇവിടെ വന്നപ്പോഴത്തേക്കും അവിടെ കൃപാസനം മാതാവിൻ്റെ മണ്ണെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട് പണി മാത്രമേ പൂർത്തിയായിട്ടുണ്ടായിരുന്നുള്ളൂ. പെയിൻറ്റിങ്ങും പിന്നെ മുറ്റവും അതൊന്നും പൂർത്തിയായിട്ടില്ല. അതൊക്കെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുമായിരുന്നു. അപ്പം അമ്മ ഈ മണ്ണ് കൊണ്ട് അവിടെ ഇട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീടിന് പെയിൻ്റ് അടിക്കാനും ബാക്കി വീടിന് പൂർത്തിയാക്കാനുള്ള എല്ലാ പണിയും പൂർത്തിയായി. അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പിന്നെ എൻ്റെ അമ്മ വീട് പണിതിട്ടുണ്ടെങ്കിലും ജനലൊന്നുമില്ല. അപ്പം അങ്ങനെ പൊളിഞ്ഞൊക്കെ കിടക്കുന്നൊരു അവസ്ഥയായിരുന്നു. അതും ഈ അമ്മ മാതാവിൻ്റെ മണ്ണ് കൊണ്ട് അവിടെ ഇട്ടപ്പം അടുത്ത ദിവസം തന്നെ അത് പണി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കിട്ടി. അവർ ജനലൊക്കെ വെച്ചു. ഇപ്പം വീടൊക്കെ ഒരു വൃത്തിയുണ്ട് കാണാൻ. നേരത്തെ അങ്ങനൊന്നും അല്ലായിരുന്നു. പിന്നെ അതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു. ഇവിടെ വന്ന് ഞാൻ കൃപാസനം പത്രം വാങ്ങിച്ച്, ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയാണ്. ഞാനതുകൊണ്ട് എൻ്റെ പള്ളിയിൽ പോയി എനിക്ക് അറിയാവുന്നവർക്ക് മാത്രമേ ഈ കൃപാസനം പത്രം കൊടുക്കുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, എനിക്ക് മടിയായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, ഞാൻ എന്തിനാ മടി കാണിക്കുന്നേ? എനിക്ക് എല്ലാവരുടെയും മുമ്പിലാണ് എൻ്റെ മാതാവ് എന്നെ ഇത്രയും ഉയർത്തിയത്. അപ്പം മാതാവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാ മടി കാണിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കുന്നതെല്ലാം ഞാൻ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ടും ഓട്ടോ സ്റ്റാൻഡിലും വഴി കൂടെ നടന്നു പോകുന്നവർക്കോ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഞാൻ പിന്നെ പത്രം കൊടുക്കാൻ തുടങ്ങിയത്. പിന്നെ കുറേ പേര് എന്നോട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. ഞാൻ കാരണം ഒരുപാട് പേര് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നുണ്ടല്ലോ, മാതാവിനെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നെനിക്കൊരു സന്തോഷമായിരുന്നു. ഇത്ര അനുഗ്രഹങ്ങളും കൃപകളും തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും കോടാനുകൂടി നന്ദി സമർപ്പിക്കും. എൻ്റെ പേര് ജൂണിയ. ഇതെൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ ഡിയോണ്, ആരോണ്. ഞങ്ങൾ കുവൈറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തത് 2024 ഓഗസ്റ്റിലാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലാണ്.
ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയോഗമായിരുന്നു എൻ്റെ ഇളയ മകന് സംസാരിക്കുമ്പോൾ വിക്കുണ്ടായിരുന്നു. നിരന്തരമായിട്ട് ഞങ്ങൾ ഉടമ്പടിത്തിന് ശേഷം ഉടമ്പടി പ്രാർത്ഥിക്കുകയും ഉപ്പ് പ്രാർത്ഥനാപൂർവ്വം മോന് നൽകുകയും ചെയ്തിരുന്നു. ഉടമ്പടി തൈലം തേച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ മകൻ്റെ വിക്ക് പരിപൂർണമായിട്ട് മാറ്റി ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മൂത്ത മകന് ബ്ലഡിൽ ASO ടൈറ്റർ ഹൈ ആയിരുന്നു. 2 വർഷമായിട്ട് മോൻ്റെ ബ്ലഡിൽ ഈ ASO ടൈറ്റർ ഹൈ ആയിരുന്നു. ഇതൊരു ആൻറ്റിബോഡിയാണ്, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ വരുന്നതിന് ശേഷമുള്ളൊരു ആൻറ്റിബോഡിയാണ്. ഇത് ബ്ലഡിൽ ഹൈ ആയിട്ട് വളരെ കാലം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം കഴിഞ്ഞ 2 വർഷമായ സ്ഥിതിക്ക് കഴിഞ്ഞ വർഷം ഞങ്ങളോട് ഡോക്ടേഴ്സ് പറഞ്ഞു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു. ഹൈ ഡോസസ് മെഡിസിൻസ് ആയിരുന്നു. ഒരു 4 ഡോക്ടർമാരെ ഞങ്ങൾ കൺസൾട്ടൻസ് ചെയ്തതിന് ശേഷമാണ് ഈ മെഡിസിൻസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മെഡിസിൻസ് എല്ലാം റിയാക്ഷനായി. മോന് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ വന്നു. ബുദ്ധിമുട്ടുകളെന്ന് പറയുമ്പോൾ അവൻ്റെ ബ്ലഡ് പ്രഷർ ഹൈ ആയിട്ട് വന്നു. ഭയങ്കരമായ ടയേർഡ്നെസ്, ഹെഡ് ഏക്ക്, നോസ് ബ്ലീഡ്. മോൻ ഒരു തരത്തിലൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി തീർന്നു. ഈ അവസരത്തിലെല്ലാം ഞങ്ങൾ കുവൈറ്റിലാണുള്ളത്. ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ ഓൺലൈനിൽ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തു. മെഡിസിൻസ് എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അതുകൂടാതെ കുവൈറ്റിലും ഞങ്ങൾ ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ടായിരുന്നു. ആർക്കും ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തു. 1 വീക്കായി, 2 വീക്കായി. മോന് സിംറ്റംസ് ഒന്നും കുറയുന്നില്ല. ബുദ്ധിമുട്ടുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രാർത്ഥനകൾ ചെയ്യുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ മോന് കൊടുക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചെന്നാൽ ഈ സമയത്ത് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായ ടെൻഷനും വിഷമം, മോൻ ഇത്രയും വയ്യാതിരുന്നിട്ടും ഭയങ്കരമായ വിഷമോ നിരാശയിലോട്ടൊന്നും ഞങ്ങൾ വിട്ടില്ല. സാധാരണഗതിയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ തന്നെ വീണു പോകുന്ന സ്വഭാവമായിരുന്നു എൻ്റേത്. പക്ഷേ പരിശുദ്ധ അമ്മ താങ്ങി നിർത്തി. ഈ സമയത്തെല്ലാം പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു. വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയിൽ തിരിയിൽ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങൾ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് വരുന്ന ഒരു ദിവസം ഞാൻ ഹസ്ബൻഡും കൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ അഖണ്ഡ ജപമാല ഗ്രൂപ്പുണ്ട് കൃപാസനത്തിൻ്റെ. ഞങ്ങൾ ആ ഗ്രൂപ്പിൽ പങ്കെടുക്കാറുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ അസുഖം ഈ സിംറ്റംസ് എല്ലാം മാറ്റി മോഹനൊന്ന് നോർമലാക്കി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം. ഇവിടെ വരെ വന്ന് ഞങ്ങൾക്ക് 1 വർഷം എടുക്കും ഇവിടെ വരാനായിട്ട്. അപ്പോൾ അതിനു മുന്നേ ഞങ്ങൾ അവിടെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് ഞങ്ങൾ നേർച്ച നടന്നു. അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം തുടങ്ങി തന്നെ എൻ്റെ മോൻ്റെ സിംറ്റംസ് എല്ലാം കുറഞ്ഞു വന്നു. അവൻ്റെ ബ്ലഡ് പ്രഷർ നോർമലായി. അതുപോലെ തന്നെ അവനുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി തന്ന് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. 1 മാസമേ ഞങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ പറ്റിയുണ്ടായിരുന്നുള്ളൂ. ഡോക്ടേഴ്സ് പറഞ്ഞത് 1 വർഷത്തോളമെങ്കിലും കണ്ടിന്യൂ ചെയ്താലേ ഈ ASO ടൈറ്റർ നോർമൽ ആകൂ എന്നായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ച് ഈ ജൂലൈയിൽ ഞങ്ങളിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നിയർ ടു നോർമൽ ലെവൽ 832 ഉണ്ടായിരുന്നത് 321 ആയിട്ട് മെഡിസിൻ ഒന്നും കൂടാതെ പരിശുദ്ധ അമ്മ ദൈവകുമാരൻ്റെ കയ്യിൽ നിന്ന് മെഡിസിൻ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരുപാട് നന്ദി പറയുന്നു. മൂന്നാമതായിട്ടുള്ള എൻ്റെ സാക്ഷ്യം, എൻ്റെ ഹസ്ബൻഡ് 7 വർഷമായിട്ട് കുവൈറ്റിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അവിടുന്ന് ആ കമ്പനിയിൽ നിന്ന് മാറി വേറൊരു കമ്പനിയിലേക്ക് ജോലിക്ക് കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കമ്പനി വിസയിൽ നിന്ന് നാട്ടിൽ നിന്ന് കയറി പോയതിനാൽ കമ്പനി റിലീസ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഈ 5 വർഷം കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ നമുക്ക് വേറൊരു കമ്പനിയിലേക്ക് റിലീസ് ചോദിക്കാവുന്നതാണ്. പക്ഷേ കമ്പനി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കൂടെയുള്ള പലരും റിസൈൻ കൊടുത്തു. അവരുടെ റിസൈൻ അക്സെപ്റ്റ് ചെയ്തു. ചിലർക്ക് ടെർമിനേഷനായിട്ട് കൊടുത്തു. അവർക്കും മാറി വേറെ കമ്പനി കയറാൻ പറ്റി. പക്ഷേ ഹസ്ബൻഡിന് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പല പ്രാവശ്യം ഞങ്ങൾ ട്രൈ ചെയ്തു. പക്ഷെ അപ്പോഴെല്ലാം സെക്യൂരിറ്റി തുടങ്ങി എല്ലാവരും നമ്മളെ അകത്തോട്ട് കയറാൻ, മാനേജറെ കാണാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥനയിൽ ഈ കാര്യം വെച്ച് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡ് ഒരു ദിവസം ഒരു ഉടമ്പടി കാശുരൂപവുമായിട്ട് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ച് പ്രത്യക്ഷയുടെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. ഇതിൻ്റെ ഫലമായിട്ട് അന്നേ ദിവസം സെക്യൂരിറ്റി ജീവനക്കാരൻ തുടങ്ങി എല്ലാവരും സൗഹൃദപരമായി സംസാരിക്കുകയും ഡയറക്ടർ കാണാൻ സാധിക്കുകയും ഡയറക്ടർ വളരെ കരുണയോടെ പെരുമാറി പെട്ടെന്ന് തന്നെ റിസൈൻ അക്സെപ്റ്റ് ചെയ്യുകയും റിലീസ് കിട്ടുകയും വിത്തിൻ 3 വീക്സിനുള്ളിൽ പുതിയൊരു കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ കൂടുതൽ സാലറിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി പറയുന്നു.
എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ മനുഷ്യരോടും ആരെ കണ്ടാലും എങ്ങനെ അവരോട് കരുണ കാണിക്കാം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി. എല്ലാവരും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാവരോടും കരുണ കാണിക്കാനും എല്ലാവരോടും സഹായിക്കാനും പറ്റാനും സാധിക്കുന്നുണ്ട്. പിന്നെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പൈസ കൊടുക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് കിട്ടിയ പത്രം ഞാൻ പരിശുദ്ധ കുർബാനയിൽ കൊണ്ടുപോയി പ്രത്യേകം സമർപ്പിച്ച് ഞാനിത് കൊടുക്കുന്ന ആൾക്കാരെ പ്രത്യേകം അനുഗ്രഹിക്കണേ, അവർക്ക് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ച് നിരന്തരം പ്രാർത്ഥിച്ച പ്രാർത്ഥനയോടെ ഞാൻ എല്ലാവർക്കും പത്രം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ ജപമാലകൾ കെട്ടി കൊടുക്കാറുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന മാറ്റങ്ങൾ, കുടുംബ പ്രാർത്ഥന ഒരു മുടക്കവും കൂടാതെ ഏത് സാഹചര്യമായാലും എത്ര ലേറ്റായാലും കുടുംബ പ്രാർത്ഥന ചെല്ലാൻ സാധിക്കുന്നുണ്ട്. ബൈബിൾ വായന മുടക്കാതെ ചെയ്യുന്നുണ്ട്. കുമ്പസാരം എല്ലാം പ്രാർത്ഥനയിൽ ഒരുപാട് വളരാൻ എന്നെ എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മ ഒരുപാട് അനുഗ്രഹിച്ചു. ഈ വലിയ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി പറയുന്നു.